നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാംസ്കാരിക കേന്ദ്രങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാകണമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. 73ന്റെ നിറവിൽ പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമി. 7 പതിറ്റാണ്ടിനിടെ ക്ലാസിക് കലാരംഗത്ത് പ്രതിഭാവസന്തം സൃഷ്ടിച്ച സദനത്തിന്റെ സംഭാവന അതുല്യമെന്നും കുമ്മനം രാജശേഖരൻ. പന്നിത്തടം സെൻട്രലിൽ തുടർച്ചയായി 2ാം ദിവസവും വൻ വാഹനാപകടം. ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്ക്. സെന്ററിൽ 24 മണിക്കൂറും സിഗ്നൽ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. നെന്മാറ വിത്തിനശ്ശേരി നെല്ലിപ്പാടത്ത് നാട്ടിൽ ഭീതി പരത്തിയ പുലി വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. പുലി കുടുങ്ങിയത് ഇന്ന് പുലർച്ചെ. പുലിയെ വനപാലകർ പോത്തുണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. വാർത്തകൾ വിശദമായി. സാംസ്കാരിക കേന്ദ്രങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാകണമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ 73ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സദനം നാട്യഗൃഹത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. 7 പതിറ്റാണ്ടിനിടെ ഒട്ടേറെ കലാപ്രതിഭകളെ നാടിന് സമ്മാനിച്ച പേരൂർ ഗാന്ധി സേവാ സദനത്തിന്റെ സംഭാവനകൾ മഹത്തരമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സാംസ്കാരിക കേന്ദ്രങ്ങൾ സാമൂഹിക പരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാകണം. ജീവിത സൗകര്യം ഉണ്ടാകും എന്നുള്ളത് മനുഷ്യ മനസ്സ് ഒരിക്കലും ഉണ്ടാകും. നല്ല റോഡും അതുപോലെ ഭൗതിക നേട്ടങ്ങളും ഒരു സ്ഥലത്തുണ്ടായാൽ ആ പ്രദേശം വികസിച്ചു എന്നാണ് പറയാറ്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് വികസിച്ചിട്ടുള്ളതാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ വികാസമാണ് ആ നാടിൻ്റെ വികസനം. അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയം വികസിക്കുന്നത് 1000 ഇതളുള്ള പൂവായി വിളർന്നു നിൽക്കാൻ, മറ്റുള്ളവർക്ക് സുഗന്ധം പകർന്നു കൊടുക്കാൻ, ആ പൂവിൻ്റെ ഹൃദയകമലത്തിൻ്റെ അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ പ്രദേശത്ത് ഒരു ജീവിത ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിൽ ആ പ്രദേശം വിജയിച്ചതാണ്. പരസ്പരം സ്നേഹിക്കുകയും ഒരു സഹൃദയമായ ഒരു സമീപനത്തിലൂടെ ജനങ്ങൾ പരസ്പരം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവിത സമ്പ്രദായം ലോകത്തുണ്ടായ അതാണ് വികസിത ഗ്രാമം. അങ്ങനെ നമ്മുടെ നാട് വികസിക്കും. അതിന് നന്മ, ജീവിത ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കും. അതിൽ കലയും സാഹിത്യവും ഒക്കെ ചെയ്യുന്ന പങ്കെടുക്കുന്ന പറയുക 73 വർഷക്കാലത്തെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിലൂടെ എത്രയോ പ്രതിഭകളെയാണ് നമ്മുടെ നാട് സംഭാവന ചെയ്തത്. ഡോക്ടർ P.K. മാധവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ T.S. മാധവൻകുട്ടി കോട്ടക്കൽ മുഖ്യാതിഥിയായിരുന്നു. മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായരുടെ അർദ്ധകായ പ്രതിമ കോട്ടക്കൽ നന്ദകുമാർ, രവീന്ദ്രൻ പാപ്പുള്ളി എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു. ഡോക്ടർ സദനം ഹരികുമാറാണ് ശില്പി. സദനം ജ്യോതിഷ് ബാബു പ്രാർത്ഥന നടത്തി. ഡോക്ടർ സദനം ഹരികുമാർ സ്വാഗതവും പ്രിൻസിപ്പാൾ സദനം രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഡോക്ടർ സദനം ഹരികുമാർ സംവിധാനം ചെയ്ത നൂതന രീതിയിൽ ചിട്ടപ്പെടുത്തിയ മണ്ടോദരി കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പന്നിത്തടം സെൻട്രലിൽ തുടർച്ചയായി 2ാം ദിവസവും വൻ വാഹനാപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. സെന്ററിൽ 24 മണിക്കൂറും സിഗ്നൽ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണിക്കാണ് പ്രദേശത്ത് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. 6:59 അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കേരള ലൈൻസ് ബസും കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 6 പേർക്ക് സാരമായി പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സൂഫി, ഹസേനാർ, അബ്ദുൽ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന്
കാന്തപുരം സമസ്തയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അൽ-അമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെൻറ്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണിവിടെ. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. 11 മുതൽ രാവിലെ 7 വരെയുള്ള സമയങ്ങളിലാണ് കൂടുതലും അപകടങ്ങൾ നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെൻറ്ററിന് മുൻപായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവരും ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മുടെ പന്നിത്തടം സെന്ററിൽ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ കൂടി ഏറി വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ വലിയൊരു അപകടം നടന്നു. ഇന്നലെ എന്നല്ല, തൊട്ട് തലേ ദിവസങ്ങളിലൊക്കെ പന്നിത്തടം സെന്ററിൽ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് പന്നിത്തടം സെന്റർ കടന്നു പോകുന്നത്. നമുക്ക് റോഡിന്റെ വികസനം ഒക്കെ നല്ലതാണ്, നല്ല റോഡാണ്, കാര്യമൊക്കെ റെഡിയാണ്. പക്ഷെ നമുക്ക് ഇതിനു വേണ്ടി അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ 2 വളവുകൾ ഇവിടെ നിലവിലുണ്ട്. ഈ 2 വളവുകളിലും സൂചനാ ലൈറ്റുകളില്ല. കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയൊരു ഹമ്പുകൾ 2 മുസ്ലിം പള്ളിയുടെ ബെൻഡിലായിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സൈഡിലായിട്ടും അത്യാവശ്യമാണ്. ഇതില്ലാത്തവർത്തോളം കാലം പിന്നെ 24 മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക. ഇതിപ്പോ രാവിലെ 7 മണി മുതൽ തുടങ്ങുന്നുള്ളൂ. വൈകിട്ട് 11 മണിക്ക് വന്നിരിക്കാൻ നിർത്തും. അതിനുശേഷം രാവിലെ 7 മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനുള്ള അധികാരികൾ എന്താണ്, ഞങ്ങൾ സ്ഥിരം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ആളുകളെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ആളുകളെ എടുത്ത് വണ്ടിയിൽ ആംബുലൻസിൽ കയറ്റിലാണ് ഞങ്ങളുടെ സ്ഥിരം ജോലി. ഇത് നമ്മൾ കണ്ടുപടുത്തും. ഇതിന് തക്കതായ ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാവണം. വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടി ഞങ്ങൾ നിരന്തരം ഇപ്പൊ ഈ ഒരു വാർത്ത കൊടുക്കുന്നത് ഇത് തന്നെ ഒരു വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിനകത്ത് പന്നിത്തടം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടുന്ന് കേച്ചേരിയിൽ നിന്നും അക്കിയാവിലേക്ക് പോവാൻ വികസിപ്പിച്ചെടുത്ത ഈ കിഫി ഫണ്ടിലുള്ള ഈ റോഡ് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോ ഇത് പണിത് ഇതിന്റെ അധികൃതർ പോയിട്ടുള്ളത്. കാരണം ഒരു ദിവസം അപകടങ്ങളില്ലാത്തതില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പൊ ഈ നിൽക്കുന്നത് പോലും വലിയൊരു അപകടത്തിന്റെ വലിയൊരു ഭീതിയിലാണ്. ഇത് മുഴുവൻ സമയം ഇവിടെ മുഴുവൻ സമയം ഈ സിഗ്നൽ പ്രവർത്തിച്ചെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനാസ്ഥകള് ഈ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെന്മാറ വിത്തിനശ്ശേരി നെല്ലിപ്പാടത്ത് പുലി കുടുങ്ങി. ഇന്ന് പുലർച്ചെയാണ് പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. പാലക്കാട് നെന്മാറ വിത്തിനശ്ശേരിയിൽ നെല്ലിപ്പാടത്താണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. പ്രദേശത്ത് ഏറെ നാളുകളായി ഭീതി പരത്തിയിരുന്ന പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയതെന്ന് കരുതുന്നു. പ്രദേശത്ത് വലിയ രീതിയിൽ പുലിശല്യമുണ്ടായിരുന്നു. വീട്ടിൽ കയറിയ പുലി പട്ടിയെ പിടിക്കാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വൈറലായിരുന്നു. വനപാലകരെത്തി പുലിയെ പോത്തുണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൊട്ടക്കുന്ന് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഅ്റാജ് രാവ് പ്രാർത്ഥനാ സദസ്സും മതപ്രഭാഷണവും സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അതിനു വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ മക്കളൊന്നും ഉണ്ടായിട്ടല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾ പടുത്തുയർത്തിയത് എന്നത്. പാതിരാ വാഴകളിൽ വഴു പറഞ്ഞുകൊണ്ട് ലേലം വിളിച്ചുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ചില്ലറ കാശുകളെ കൊണ്ട് വഴലുകളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഈമാനുള്ള വ്യക്തികളിൽ നിന്ന് പഴയ കാലത്തൊക്കെ
സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ നൽകിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ ദീനിന്റെ അടിത്തറ ഇവിടെ ഭദ്രമാക്കാൻ നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന ആളുകൾ വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളികൾക്കും മദ്രസകൾക്കും സാമ്പത്തികവും ശാരീരികവുമായിക്കൊണ്ട് ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, ജീവിച്ചിരിക്കുന്നവർക്കെല്ലാവർക്കും. ഉദ്ഘാടന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ശ്രാമ്പിക്കൽ അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സാലിം സഅദി പ്രാർത്ഥന ചൊല്ലി. ഖത്തീബ് അബൂബക്കർ അൽ ഹിഷാമി മിറാജ് പ്രഭാഷണം നടത്തി. തുടർന്ന് മൗലിദ് സദസ് നടന്നു. മഹല്ല് സെക്രട്ടറി അബൂ താഹിർ സ്വാഗതവും KV അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂൾ 102ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വൈകിട്ട് 102ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തെളിവാണ് നമ്മളിവിടെ നടത്തിയത്. ഇനി ഒരു പ്രസംഗത്തിന്റെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനി സ്കൂൾ അധികൃതരോട് നമുക്കൊന്നും പറയേണ്ടതില്ല. കാരണം സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏത് മേഖല എടുത്തു പരിശോധിച്ചാലും, പച്ചക്കറി കൃഷിയാവട്ടെ, ചുമർ ചിത്രങ്ങളാവട്ടെ, IT മേഖലയാവട്ടെ, എന്ത് തന്നെ ആയാലും ഏതൊരു കാര്യമെടുത്താലും എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് ഒരു അധ്യാപകരുടെയും PT-യുടെയും ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. മികച്ച PT ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ ഈ സ്കൂൾ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഇന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P. ദിവ്യ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ ശാന്തിലാൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി പരിസ്ഥിതി പ്രവർത്തകയും നാടക പ്രവർത്തകയുമായ ഷീജ ആറങ്ങോട്ടുകര വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂളിലെ പ്രധാനാധ്യാപകൻ S. ശാന്തിലാൽ, അധ്യാപിക P. സജി, ഓഫീസ് അസിസ്റ്റന്റ് K. സത്യനാരായണൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് മൂവരും മറുപടി പ്രസംഗവും നടത്തി. നഗരസഭാ വൈസ് ചെയർമാനും PTA വൈസ് പ്രസിഡന്റുമായ VK അനുരാജ്, വാർഡ് കൗൺസിലർമാരായ M. രമാദേവി, K. രേവതി, EA. ഗീത, സ്കൂൾ മാനേജർ A. ആനന്ദ്, MPTA പ്രസിഡന്റ് KM. ശരണ്യ, SSG ചെയർമാൻ K. അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ K. വസുമതി, K. കൃഷ്ണൻകുട്ടി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A. ബാലകൃഷ്ണൻ, മുതിർന്ന അധ്യാപിക PP. ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും അരങ്ങേറി. ദീർഘ സേവനത്തിനു ശേഷം റിട്ടയർഡ് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ താൻ പൂർണ്ണ സന്തോഷവാനാണെന്നും ഏൽപ്പിച്ച ജോലികളെല്ലാം സത്യസന്ധതയോടെയും കൂട്ടായ്മയോടെയും നടപ്പാക്കാൻ കഴിഞ്ഞെന്നും തുടർന്നുള്ള ജീവിതത്തിൽ കാർഷിക മേഖലയെയും യാത്രകളെയും ചേർത്ത് പിടിക്കുമെന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ S. ശാന്തിലാൽ മാസ്റ്റർ പറഞ്ഞു. സർവീസ് കാലയളവ് 1991 ജൂലൈ 24 മുതൽ ഇവിടെ തുടങ്ങാണ്. 35 വർഷം കഴിഞ്ഞ് പോകുമ്പോഴും പൂർണ്ണ സന്തോഷവാനാണ്.
എന്നിൽ ഏൽപ്പിച്ച ജോലികളെല്ലാം സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അഭ്യുദയംശികളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു കൃതജ്ഞത ഉണ്ട്. തുടർന്നുള്ള കുറച്ചു കാലമാണെങ്കിലും വീണ്ടും നമ്മളുടെ ദൈവനിശ്ചയം പോലെ വീണ്ടും പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സർവീസ് കാലയളവും അതുപരിയും നമ്മൾ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പാണ്. ഇതിനെല്ലാം ഊർജം എന്നാൽ എൻ്റെ വിദ്യാർത്ഥികളാണ്. അവർ മാത്രമാണ് എൻ്റെ കൈമുതൽ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലതുകൾ ആശംസിക്കും. എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയായാലും അതേപോലെ തന്നെ യാത്രകളായാലും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ വ്യാപൃതനാവും. എന്താണ് ജീവിതമെന്ന് ഈ ബോധ്യമുണ്ട്. അതിനാൽ അതിലൂന്നി കൊണ്ടുവരായിരിക്കും തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയും. കുട്ടികൾ എന്നും കൂടെയുണ്ട്. വിദ്യാലയമായിട്ടുള്ള ബന്ധം എന്നും തുടരും. അത് ഇവിടെ വരണം എന്നൊന്നുമില്ല. വേണ്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെല്ലാം മിടുമിടുക്കരാണ്. അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവരിലൂടെ എനിക്കിവിടെ ചെയ്യാൻ കഴിയും. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുഴുവൻ വിദ്യാർത്ഥികൾക്കും 2026-27 വർഷത്തെ അക്കാദമിക് കലണ്ടർ വിതരണം ചെയ്ത് മണ്ണൂർ AUP സ്കൂൾ. വിദ്യാലയത്തിലെ 350ഓളം വിദ്യാർത്ഥികൾക്കാണ് അടുത്ത അധ്യയന വർഷത്തെ കലണ്ടർ വിതരണം ചെയ്തത്. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും 2026-27 വർഷത്തെ അക്കാഡമിക് കലണ്ടർ വിതരണം ചെയ്ത സ്കൂൾ അധികാരികൾ മാതൃകയായിരിക്കുകയാണ്. സാധാരണ കലണ്ടറിനപ്പുറം അടുത്ത അധ്യയന വർഷത്തിലെ നടക്കേണ്ട അക്കാദമികേതര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അറിവിൻ്റെ വിശാലമായ ക്യാൻവാസ് ഒരുക്കിയും നിറപ്പകിട്ടാർന്ന ചിത്രീകരണത്തോടെയാണ് കലണ്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതോടെ സ്കൂൾ പറളി ഉപജില്ലയിൽ തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി KSSPU പാലക്കാട് റൂറൽ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ വായനശാലയും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. വായനശാലയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങളും KSSPU നൽകി. വിദ്യാഭ്യാസ കലണ്ടറിൻ്റെ വിതരണം വാർഡംഗം ഷബിത മുനീറും സ്കൂളിനകത്തെ വായനശാലയുടെ ഉദ്ഘാടനം KSSPU സ്റ്റേറ്റ് കൗൺസിലർ MC വാസുദേവൻ മാസ്റ്ററും നിർവഹിച്ചു. ഇപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കള് കുറേ പേരെ എനിക്കറിയാം. അവരുടെ സ്റ്റാറ്റസും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മുടെ മണ്ണൂർ ഈ സ്കൂളിലത്തെ കാര്യപരിപാടികളും ആഘോഷ പരിപാടികളൊക്കെ കാണുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകർ കൂടി ഇരുന്നിട്ടുള്ള എല്ലാ പരിപാടികളും വളരെ ആഘോഷപൂർവ്വമായിട്ട് കാണുമ്പോൾ വളരെ അസൂയ തോന്നുന്നുണ്ട്. അതിലുപരി വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളുടെ മാനസിക വളർച്ചയ്ക്കും സന്തോഷത്തിനും എല്ലാം അത് ഉപകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള പരിപാടികൾ നമ്മളുടെ നാടിൻ്റെ ഓരോ വഴിവിളക്കാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. അതിന് വെളിച്ചം പകരുന്നത് നമ്മുടെ അധ്യാപകരാണ്. അതുകൊണ്ട് അവരെ എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഇവിടുന്ന് പോയി പുതിയ ഹയർ സ്റ്റഡി എത്തുമ്പോഴും അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും ഒരിക്കലും കുറയാൻ പാടില്ല. സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായാൽ നാടിന് എന്തെല്ലാം ചെയ്യുമെന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉപന്യാസ രചനയും മണ്ണൂർ പഞ്ചായത്തിന് കൈമാറി. PTA പ്രസിഡന്റ് N ഗണേശൻ അധ്യക്ഷത വഹിച്ചു. KSSPU ഭാരവാഹികളായ NR രവീന്ദ്രൻ, പ്രമോദ്, സ്റ്റാഫ് സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, S അജിത് എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപിക ഷെരീഫ സ്വാഗതവും KR ദീപു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാടിൻ്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതുതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുമ്പ് അംഗീകാരം ലഭിച്ച പാലക്കാട് FMന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ V ചേരാമംഗലം പറഞ്ഞു. യുദ്ധവും അധികാര കൈമാറ്റവും ഉൾപ്പെടെ ചരിത്രപരമായ തീരുമാനങ്ങൾ ജനങ്ങളറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ദുരന്ത സമയങ്ങളിൽ മൊബൈൽ ടവറുകൾ തകരാറിലായപ്പോഴും ജനങ്ങൾക്ക് മുന്നൊരുക്കവും അറിയിപ്പും ലഭിക്കാനിടയാക്കിയത് റേഡിയോയിലൂടെയാണ്. ദൂരദർശന്റെ ഭൂതല സംപ്രേഷണങ്ങൾ അവസാനിച്ചപ്പോഴും റേഡിയോ നിലയങ്ങൾ അടച്ചുപൂട്ടിയില്ല. പ്രധാനമന്ത്രി കി ബാത്ത് റേഡിയോയിലൂടെ ആക്കിയത് ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. കാഴ്ച പരിമിതർക്കും ഹിന്ദി ഉൾപ്പെടെ ഭാഷാ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും റേഡിയോ ആശ്വാസവും അനുഗ്രഹവുമാണ്. ജില്ലയുടെ സാഹിത്യ, സാംസ്കാരിക, കാർഷിക സ്ഥിതികൾ പരിഗണിച്ച് റേഡിയോ നിലയം ആവശ്യമാണ്. റേഡിയോ നിലയം നേടിയെടുക്കാനായി ജനുവരി 18-ന് പാലക്കാട് KSTA ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ V പറഞ്ഞു. കൊച്ചിയിലാണ് നമുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ FM സ്റ്റേഷൻ വരുന്നത്. അത്
പടിപ്പടിയായി അതിൻ്റെ ശക്തി കൂട്ടി 10 കിലോവാട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണൂർ വന്നു, അതുപോലെ തിരുവനന്തപുരത്ത് വന്നു, കോഴിക്കോട് FM സ്റ്റേഷൻ വന്നു. അതിന് പുറമെ പല സ്ഥലങ്ങളിൽ റിലേ സ്റ്റേഷനുകൾ വന്നു. ഇത് കിട്ടാത്ത സ്ഥലത്ത് 100 വാട്ടിൻ്റെ, മറ്റേത് 10 കിലോ വാട്ടാണ്. നമുക്ക് ഇവിടെ ആലപ്പുഴയുള്ളത് 5 കിലോ വാട്ടിൻ്റെയാണ്. അപ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 100 വാട്ടിൻ്റെ അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും കിട്ടുന്ന പോലുള്ള പ്രക്ഷേപണങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ പാലക്കാട് ഏറ്റവും വലിയ ജില്ലകളിൽ രണ്ടാമത്തതാണ്. ഇവിടെ കാർഷിക പ്രാധാന്യമുള്ള ജില്ലയാണ്, ട്രൈബ്സ് ധാരാളമുള്ള ജില്ലയാണ്, പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. എന്നിട്ട് പോലും ഇവിടെ ഇത്തരം ഒരു റേഡിയോ സ്റ്റേഷൻ വരുന്നതിനുള്ള ഒരു നീക്കമുണ്ടായില്ല. ഈ കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മുഖ്യധാരയിലേക്ക് ആകാശവാണി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കാഴ്ച പരിമിത സംഘടനാ ഭാരവാഹികളായ ചന്ദ്രമോഹൻ, MK ഷെരീഫ്, KRLA ഭാരവാഹികളായ അശോക് കുമാർ, K രാജേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഹോളി ഫാമിലി കോൺവെന്റ് പ്രൊവിഡൻസ് ഹോമിലെ താമസക്കാരായ 35ഓളം കുരുന്നു കുട്ടികൾക്ക് വേണ്ടി മജീഷ്യൻ അസോസിയേഷൻ പാലക്കാടിന്റെ അംഗങ്ങൾ മാജിക് ഷോ നടത്തി. ചിറ്റൂർ ലയൺസ് ക്ലബ്ബും മജീഷ്യൻ അസോസിയേഷൻ പാലക്കാടും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. മജീഷ്യൻ അസോസിയേഷൻ പാലക്കാട് പ്രസിഡന്റും ലയൺസ് ക്ലബ്ബ് ഹങ്കർ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് അംഗം നൂർ മുഹമ്മദിന്റെ 65ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മജീഷ്യൻ അസോസിയേഷൻ സെക്രട്ടറി പ്രേംദാസ്, ട്രഷറർ വിഘ്നേഷ് കരിപ്പോട്, ശരവണൻ പാലക്കാട്, രാജേഷ് പാലോട്, സാജൻ നന്ദിയോട്, ബാബു പൂച്ചിറ എന്നീ പ്രശസ്ത മാന്ത്രികർ അവതരിപ്പിച്ച മാജിക് ഷോ കുട്ടികളും കന്യാസ്ത്രീകളും ചിറ്റൂർ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും വളരെയധികം ആസ്വദിച്ചു. ചിറ്റൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേബി ഷക്കീല, സെക്രട്ടറി പത്മജ പ്രദീപ്, ട്രഷറർ വിജയമോഹനൻ, ചാർട്ടർ പ്രസിഡന്റ് സുകുമാർ, ഭവദാസ്, മുരുകദാസ്, നൂർ മുഹമ്മദ്, സുനിൽകുമാർ കൊട്ടേക്കാട്, ദേശ കമ്മിറ്റി സെക്രട്ടറി രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കി. സോവനീർ പ്രകാശനം 18-ന് കണിയമ്പുറത്ത് K പ്രേംകുമാർ MLA നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് രാവിലെ 10:30-ന് കണ്ണേമ്പുറം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പ്രകാശന ചടങ്ങ്. ആദ്യപ്രതി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ തോമസ് ജോൺ തടത്തിലിന് നൽകി K പ്രേംകുമാർ MLA എഫാത്ത സുവനീർ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. വിവിധ സഭകളിൽ നിന്നുള്ള വൈദികർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് YMCA പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷമായി. ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമായാണ് സുവനീർ പുറത്തിറക്കുന്നത്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ, കുടുംബങ്ങൾ, വായനശാലകൾ, സ്കൂൾ, ലൈബ്രറികൾ, YMCAയുടെ ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ എന്നിവിടങ്ങളിലാണ് സുവനീർ പ്രധാനമായും എത്തിക്കുക. 2000 കോപ്പികളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കുകയാണ്. 2026 ജനുവരി 18-ന് ഞായർ രാവിലെ 10:30-ന് കണ്ണേമ്പുറം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, ആദ്യപ്രതി ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി ഫാദർ തോമസ് ജോൺ തടത്തിൽ നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. പുസ്തക ചടങ്ങിൽ വിവിധ സഭകളിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. 1844 ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ YMCA ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച് 30 വർഷമായെങ്കിലും നാളിതുവരെ വേണ്ടത്ര പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെന്നിട്ടില്ലെന്നൊരു
ഇന്നതൊരു വസ്തുതയാണ്. സൂനിയർ കമ്മിറ്റി ചെയർമാൻ മനോജ് സ്റ്റീഫൻ, ജനറൽ കൺവീനർ ആൻസൺ വല്യാറ, YMCA പ്രസിഡന്റ് AJ മാത്യു, സെക്രട്ടറി CP മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക കേന്ദ്രങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാകണമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. 73ന്റെ നിറവിൽ പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമി. 7 പതിറ്റാണ്ടിനിടെ ക്ലാസിക് കലാരംഗത്ത് പ്രതിഭാവസന്തം സൃഷ്ടിച്ച സദനത്തിന്റെ സംഭാവന അതുല്യമെന്നും കുമ്മനം രാജശേഖരൻ. പന്നിത്തടം സെൻട്രലിൽ തുടർച്ചയായി 2ാം ദിവസവും വൻ വാഹനാപകടം. ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്ക്. സെന്ററിൽ 24 മണിക്കൂറും സിഗ്നൽ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. നെന്മാറ വിത്തിനശ്ശേരി നെല്ലിപ്പാടത്ത് നാട്ടിൽ ഭീതി പരത്തിയ പുലി വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. പുലി കുടുങ്ങിയത് ഇന്ന് പുലർച്ചെ. പുലിയെ വനപാലകർ പോത്തുണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.